ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോ പെട്ടെന്ന് അത് ബ്രേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണിത്. ലൈൻ ഇൻ്റഗ്രൽ 1 എന്ന് പറയുന്ന വീഡിയോയുടെ. അപ്പോൾ ഇതിൽ നമ്മൾ വി ഡോട്ട് ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലെക്സ് ആണെന്ന് പറഞ്ഞു. ഇനി ചില കേസിൽ നമുക്ക് ഈ സർഫസ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി സർഫസ് എന്ന് പറയാൻ പറ്റും, അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആൻഡ് ചില കേസിൽ അത് എന്ത് ചെയ്യും, ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സർഫസ് ആയിരിക്കും. ചില കേസിൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി സർഫസ് ആൻഡ് ഈസ് എൻറ്റയർലി ഡിറ്റർമിൻഡ് ബൈ ദ ബൗണ്ടറി ലൈൻ എന്ന് പറയുന്ന കേസ് വരാറുണ്ട്. നമ്മൾ നേരത്തെ ഈ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്ത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത് എന്ന് പറഞ്ഞ പോലെ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി സർഫസ് ആൻഡ് ഈസ് ഡിപ്പെൻഡ് ഓൺലി ഓൺ ദി ബൗണ്ടറി ലൈൻ എന്ന് പറയാൻ പറ്റും നമുക്ക്. ഇപ്പോൾ ഇവിടെ ഫിഗർ 1.22 നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഫിഗർ 1.22 നമുക്ക് അതിൻ്റെ ഏരിയ വെക്റ്റർ കാണിച്ചിട്ടുണ്ട്. ഏരിയ വെക്റ്റർ, അതിൻ്റെ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു സർഫസ് ആൻഡ് ഈസ് ഔട്ട്വേർഡ്. സോ ദാറ്റ് ഏരിയ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് പോസിറ്റീവ് എന്ന് പറയാൻ പറ്റും നമുക്ക്. ദെൻ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം കാണാം. കാൽക്കുലേറ്റ് ദ സർഫസ് ഇൻ്റഗ്രൽ ഓഫ് v is equal to 2xz x prime plus x plus 2y prime plus y into z square minus 3z prime over 5 sides excluding the bottom of the cubical box in figure 1.23. side 2 ആണ് നമുക്ക് ഒഴിവാക്കാൻ. let upward and outward be the positive direction as indicated by the arrows. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ സർഫസ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. ഒരു ബോട്ടം സർഫസ് മാത്രം നമ്മൾ ഒഴിവാക്കണം. ഒരു ക്യൂബിക്കൽ ബോക്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ സർഫസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. സർഫസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ദെൻ അതിൻ്റെ ബാക്കിൽ വരുന്ന ഈ സർഫസ്, ഫ്രണ്ടിൽ വരുന്ന ഈ സർഫസ്, ദെൻ അതിൻ്റെ ഈ ബോട്ടം സർഫസ് മാത്രമാണ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് പറയാൻ പറ്റും, അവിടെ എക്സ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറയാൻ പറ്റും. അവിടുത്തെ സർഫസ് ഏരിയൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി എക്സ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഡി വൈ ഡി സെറ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ ആയിരിക്കും ഉണ്ടാവുക. അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് പ്രൈമിൻ്റെ ഡയറക്ഷൻ, പോസിറ്റീവ് ഡയറക്ഷൻ നിങ്ങൾ കണ്ടല്ലോ, ഈ ഡയറക്ഷനിലല്ലേ വന്നിട്ടുള്ളത് ഏരിയൻ്റെ ഡയറക്ഷൻ. സോ ദ ഏരിയ വെക്റ്റർ ഈസ് ഈക്വൽ ടു ഡി വൈ ഡി സെറ്റ് എക്സ് പ്രൈം. സിമിലർലി ഇവിടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്ത് വരും, ഇവിടെ ഈ അപ്പർ സർഫസിൽ വൈ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആണ്. വൈ ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആകുമ്പോൾ അവിടെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി എക്സ് ഡി വൈ ദെൻ ഏത് ഡയറക്ഷൻ വരും, വൈ പ്രൈം എന്നുള്ള ഡയറക്ഷൻ വരും. സോ ആ കേസിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും. വൈ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് നിർത്താൻ പറ്റും. അതുപോലെ ഓരോ സർഫസിനും അതുപോലെ ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു സർഫസിൽ ആദ്യം നമ്മൾ എടുക്കുന്ന എക്സ് ഈക്വൽ ടു 2 എടുത്തു. സോ അവിടെ ഡി എന്ന് പറഞ്ഞാൽ ഡി വൈ ഡി സെറ്റ് എക്സ് പ്രൈം ആണ്. വി ഡോട്ട് ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഡി എൽ ഏത് കോമ്പണൻറ്റ് മാത്രമേ ഉള്ളൂ, എക്സ് പ്രൈമിൻ്റെ കോമ്പണൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഏത് മാത്രമേ വരുള്ളൂ, ഈ ഒരു പാർട്ട് 2xz എന്നുള്ള പാർട്ട് മാത്രമേ വരുള്ളൂ. ബാക്കി രണ്ടും എന്തായിട്ട് പോയിട്ടുണ്ടാവും, ഇവിടെ എക്സ് പ്രൈം ഡോട്ട് എടുക്കുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോകും. സോ 2xz ഡി വൈ ഡി സെറ്റ്, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു വൈയും സെറ്റും ആണ് ചെയ്യേണ്ടത്. സോ 2x ഈസ് ഓൾവേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതിൽ എക്സിൻ്റെ വാല്യൂ 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു 4 എന്ന് എടുത്തു നമ്മൾ. സോ 4 ഇൻറ്റു സെഡ് ഇൻറ്റു ഡി വൈ ഡി സെറ്റ്. ഇനി അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ വി ഡോട്ട് ഡി എന്ന് പറയുമ്പോൾ 4 ഈസ് എ കോൺസ്റ്റൻറ്റ്. ദെൻ വൈൻ്റെ വേരിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈ വേരിയേഷൻ ഈസ് ഫ്രം 0 to 2 ആൻഡ് സെഡ് വേരിയേഷൻ ഈസ് ആൾസോ ഫ്രം 0 to 2. സോ ദ വാല്യൂ 4 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2 ഡി വൈക്ക് ഡി വൈ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യാൻ നമുക്ക് ഇവിടെ ഫംഗ്ഷൻ ഒന്നുമില്ല. സോ ഇൻ്റഗ്രൽ ഡി വൈ മാത്രം. സെക്കൻഡിൽ ഇൻ്റഗ്രൽ 0 to 2 സെഡ് ഡി സെറ്റ് ഉണ്ട്. സോ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ ഡി വൈ എന്ന് പറഞ്ഞാൽ വൈ ഫ്രം 0 to 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 മൈനസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഓക്കെ, ദെൻ സെഡ് ഡി സെറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സെഡ് സ്ക്വയർ ബൈ 2 ആണ്. വിത്തിൻ്റെ ലിമിറ്റ് 0 to 2 വരുമ്പോൾ 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4/2 മൈനസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് വരും നമുക്ക്. സോ 2 ഈസ് ഹിയർ, 4 ഇൻറ്റു നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ഇൻറ്റു 2 ഇൻറ്റു 2. സോ ദാറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു 16 നിങ്ങൾക്ക് കിട്ടും. സോ ദ വാല്യൂ ഈസ് 16. ഓക്കെ, സിമിലർലി അടുത്ത സർഫസിൽ എക്സ് 0 ആണ്. അതിൻ്റെ ഏരിയ നോക്കണം. എക്സ് 0 ആകുമ്പോൾ അവിടെ ഏരിയ ഔട്ട്വേർഡ് എന്ന് പറയുമ്പോൾ എന്തായി, നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലായി. സോ ഇറ്റ് ഈസ് മൈനസ് ഡി വൈ ഡി സെറ്റ് എക്സ് പ്രൈം.
വി ഡോട്ട് ഡി എ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം എക്സിന് 0 കൊടുക്കണം, എക്സ് പ്രൈം ഉള്ള വാല്യൂ ആണ് നമ്മൾ റീറ്റെയിൻ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് -2xz dy/dz മാത്രമേ വരുള്ളൂ. സിൻസ് എക്സ് 0 ദ വാല്യൂ ഈസ് ആൾസോ ഹിയർ 0. സോ ആ ഒരു സർഫസിൽ ഈ അതിൻ്റെ നമ്മളെ ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ വാല്യൂ 0 എന്ന് കാണാൻ പറ്റും. ഇനി ഇതുപോലെ അടുത്ത സർഫസ് നോക്കിക്കഴിഞ്ഞാൽ y = 2 എന്ന് പറയുന്ന സർഫസ്, അവിടുത്തെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ dx dz y പ്രൈം ആണ്. വി ഡോട്ട് ഡി എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ക്വാണ്ടിറ്റി മാത്രമേ വരുള്ളൂ? വി ഡോട്ട് ഡി എ. ഇവിടെ വൈ പ്രൈം ഉള്ള ക്വാണ്ടിറ്റിയാണ് വെക്റ്റർ ഉള്ളത്. അപ്പോൾ വൈ പ്രൈമിൻ്റെ ഈ ക്വാണ്ടിറ്റി, വൈ പ്രൈം വരുന്ന ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x+2 y പ്രൈം, ഇത് മാത്രമേ റീറ്റെയിൻ ചെയ്യുന്നുണ്ടാവുള്ളൂ. സോ y+2 ഇൻറ്റു y+2 ഇൻറ്റു dx dz. ഓക്കെ. സോ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വൈ പ്രൈമിൻ്റെ കൂടെ വരുന്ന ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x+2 ഇൻറ്റു വൈ പ്രൈം ആണ്. അപ്പോൾ നമുക്ക് അതേ ക്വാണ്ടിറ്റിയാണ് ഇവിടേക്ക് റിട്ടേൺ ചെയ്യുക. സോ x+2 ഇൻറ്റു വൈ പ്രൈം ഇൻറ്റു dx dz ഹിയർ, dx dz. സോ ഇൻ്റഗ്രൽ വി ഡോട്ട് ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ 0 to 2, വേരിയേഷൻ ഈസ് ഫ്രം 0 to 2 ഫോർ x+2 ഇൻറ്റു dx ഇൻ്റഗ്രൽ 0 to 2 dz. അപ്പോൾ അതിൻ്റെ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, 12 എന്ന് പറയുന്ന വാല്യൂ വരും. സിമിലർലി നമുക്ക് അടുത്ത വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ y = 0 ആണ്. y = 0 എന്ന് പറയുന്ന സർഫസിൻ്റെ ഏരിയ വെക്റ്റർ മൈനസ് ഏരിയ വെക്റ്റർ ആണ്, -dx dz ആണ്. വി ഡോട്ട് ഡി എന്ന് പറയുമ്പം ഇത് മൈനസ് സൈൻ വന്നു. x+2 ഇവിടുത്തെ പോലെ തന്നെ x+2 dx dz എന്ന് വരും. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് y 0 ആണ്. ഇവിടെ y ഫംഗ്ഷൻ വരുന്നില്ല, അതുകൊണ്ട് x+2 ഇൻറ്റു dx dz കൂടെ വേറെ വേരിയബിൾ ആയിട്ടൊന്നും വരുന്നില്ല. സോ നമുക്ക് x+2 എന്നുള്ളൊരു ഫംഗ്ഷൻ ഇൻറ്റു dx എന്ന് എഴുതാൻ പറ്റും. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ -12 വരും. അതുപോലെ നെക്സ്റ്റ് സർഫസ് എന്ന് പറഞ്ഞാൽ x = z ആണ്, z = 2 ആണ്. അവിടുത്തെ ഏരിയ വെക്റ്റർ dx dy z പ്രൈം ആണ്. വി ഡോട്ട് ഡി എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, ഇവിടുത്തെ ഈ മൂന്നാമത്തെ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. y ഇൻറ്റു z² - 3 എന്ന് പറയുന്ന ഫംഗ്ഷനാണ് z പ്രൈമിൻ്റെ കൂടെ വരുന്ന ഫംഗ്ഷൻ ഉള്ളത്, അത് മാത്രമേ ഇവിടെ റീറ്റെയിൻ ചെയ്യുള്ളൂ. സോ y ഇൻറ്റു z² - 3 dx dy ആണ്. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വന്നു? ഇവിടെ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y ഇൻറ്റു z ഓൾറെഡി ഇറ്റ് ഈസ് 2, 4 - 3 = 1 ആണ്. സോ ഇറ്റ് ഈസ് y dx dy എന്ന് കാണാൻ പറ്റും, y dx dy. So integral v dot dA is equal to integral 0 to dx is there, integral 0 to y dy. So the value is obtained as 4. So ഇവിടെ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ സർഫസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വാല്യൂസ് 16 + 0 + 12, then this one is -12 + 4. So the value, total value is equal to 20 എന്ന് നമുക്ക് കിട്ടും. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് വോളിയം ഇൻ്റഗ്രൽസ് ആണ്. വോളിയം ഇൻ്റഗ്രൽസ് തന്നെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഒരു ഫോമിലാണ്. വോളിയം ഇൻ്റഗ്രൽ ഇസ് ഗിവൺ ബൈ ഇൻ്റഗ്രൽ വോളിയം ഓവർ ടി ഡി ടോ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ രണ്ട് കേസിലും അതെന്തായിരുന്നു, ഫങ്ഷൻസ് വെക്റ്റർ ഫങ്ഷൻസ് ആയിരുന്നു. പക്ഷേ ഇവിടെ ടി ഈസ് എ സ്കെലാർ ഫങ്ഷൻ ആൻഡ് ഡി ടോ ഈസ് എൻ ഇൻഫിനിറ്റസിമൽ വോളിയം എലമെൻറ്റ്. ബോത്ത് ആർ സ്കെലാർ ക്വാണ്ടിറ്റീസ്. സോ ഹിയർ ദ വോളിയം എലമെൻറ്റ് ഈസ് ഗിവൺ ബൈ dx dy dz. സോ ഇറ്റ് ഈസ് എ വോളിയം എലമെൻറ്റ്. അതുകൊണ്ട് അതൊരു വോളിയം എലമെൻറ്റ് എപ്പോഴും എന്താണ്, ഒരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ് ആയിട്ട് വരുന്നത്. ഇഫ് ടി ഈസ് ദ ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് which might vary from point to point, then the volume integral will be total mass, that is rho into നമ്മൾ d എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഡെൻസിറ്റി ഇത് മാസും ആണെങ്കിൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഇസ് ഈക്വൽ ടു മാസ് നമുക്ക് കിട്ടും. ഒക്കേഷണലി വി ഷാൾ എൻകൗണ്ടർ വോളിയം ഇൻറ്റഗ്രൽ ഓഫ് വെക്റ്റർ ഫങ്ഷൻസ്. സോ വി എന്ന് പറയുന്നത് വി ഡി ടോ എന്ന് പറയുമ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വോളിയം ഇൻറ്റഗ്രൽ ഓഫ് വെക്റ്റർ ഫങ്ഷൻസ് വരുമ്പോൾ വി എക്സ് എക്സ് പ്രൈം വി വൈ വൈ പ്രൈം വി സെഡ് സെഡ് പ്രൈം ഇൻറ്റു ഡി ടോ. അപ്പോൾ അതിൽ നമ്മൾ എന്തെന്ന് ചെയ്യുന്നത് വെച്ചാൽ ഈ എക്സ് പ്രൈം പുറത്തെടുത്തിട്ട് ഇൻറ്റഗ്രൽ വി എക്സ് ഡി ടു, അതൊരു സ്കെലാറാണ്. ദിസ് വൺ ഈസ് എ സ്കെലാർ, ദിസ് വൺ ഈസ് എ സ്കെലാർ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ബിക്കോസ് ദി യൂണിറ്റ് വെക്റ്റേഴ്സ് ആർ കോൺസ്റ്റന്റ്, ദേ കം ഔട്ട്സൈഡ് ദ ഇൻറ്റഗ്രൽ ആയിട്ട് നമുക്ക് ഈ തരത്തിലുള്ള കാൽക്കുലേഷൻസ് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും.